പെണ്ണുങ്ങൾ ജീൻസ് ഇടുന്നതിനെക്കുറിച്ച് പറഞ്ഞ് പണ്ടൊരിക്കൽ പുലിവാല് പിടിച്ചത് കാരണം അമേരിക്കയിൽ നിന്ന് വല്ലപ്പോഴും കേരളത്തിലെത്തിയാൽ ദാസേട്ടൻ വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ വനസ്നേഹികളുടെ കൂട്ടായ്മയ്ക്കെത്തിയപ്പോൾ സ്വന്തം തലമുടിയെക്കുറിച്ചാണ് ദാസേട്ടൻ പറഞ്ഞത്. ജന്മനാ കിട്ടിയ ആ സൗഭാഗ്യത്തെക്കുറിച്ച്. എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഇന്ന് കാടുകൾക്ക് തുല്യമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, മുടി. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കപ്പെടുന്ന ചീർപ്പ് ഒടിഞ്ഞിട്ടുള്ള കാലമുണ്ടായിരുന്നു. അത് എൻ്റെ ജന്മ ആരോഗ്യം കൊണ്ട് ലഭിച്ചതോ എൻ്റെ അമ്മയുടെ മുലപ്പാൽ കൊണ്ട് ലഭിച്ചതായിരിക്കാം, ശുദ്ധത കൊണ്ട്. അത് മറ്റുള്ള തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ വീണ് അല്പം ഇന്നത്തെ നമ്മുടെ കാടിൻ്റെ നിലവാരമായി തീർന്നിരിക്കുന്നത് ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്. എന്നാലും അതിനെ ഏതെങ്കിലും തരത്തിലൊന്ന് സൂക്ഷിക്കണം, രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ കൊണ്ട് മറ്റൊരു തരത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ, ഉള്ളതാണ്. അല്ല, ഉള്ളത്. ഇനി ഡൈ ചെയ്യില്ലെന്ന് കൂടി ദാസേട്ടൻ പണ്ടൊരിക്കൽ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ആരും തിരിച്ചറിയാതായപ്പോൾ വീണ്ടും ഡൈ ചെയ്തു തുടങ്ങി. മുടിമാഹാത്മ്യം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കെയാണ് മുഴുവൻ നരച്ച ഒരാളെ ദാസേട്ടൻ കണ്ടത്. കുറ്റബോധം പുറത്തു ചാടാൻ എവിടെയെങ്കിലും പോണോ? അദ്ദേഹത്തിൻ്റെ താടിയും എൻ്റെ വെളുത്ത നിറവും കാണുമ്പോൾ എൻ്റെ കുറ്റബോധം പിന്നെ ഉണരുകയാണ്. ഞാൻ അല്പം കറുപ്പടിച്ചിട്ടുണ്ട് സാറേ, ക്ഷമിക്കണം. അത് വലിയൊരു ആവശ്യമായി പോയി. സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്നാൽ പോലും ദാസേട്ടനാണെന്ന് പോലും അറിയില്ല ഇത് അടിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അടിച്ചു പോകണം. ഞാൻ ഉടനെ നിർത്തിയേക്കാം. കുറ്റബോധമാണ് പലപ്പോഴും യേശുദാസിനെ ആകെ വ്യത്യസ്തനാക്കുന്നത്. ഉദാഹരണത്തിന് വനസംരക്ഷണം എന്ന കാഴ്ചപ്പാടുണ്ടായതു തന്നെ ഒരു കുറ്റബോധത്തിൽ നിന്നാണ്. പണ്ടൊരിക്കൽ വീട്ടുവളപ്പിലെ മാവ് വെട്ടിക്കളഞ്ഞതിലുള്ള കുറ്റബോധം. എൻ്റെ അറിവോടുകൂടി അല്ലെങ്കിലും ഞാൻ ജീവിച്ചിരുന്ന 1961 വാങ്ങിച്ച ഒരു വീടിൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന മരങ്ങൾ എൻ്റെ അറിവോടുകൂടി അല്ലെങ്കിലും വളരെ രുചിയുള്ള മാങ്ങകളും ചക്കയും പിന്നെ സപ്പോട്ട പഴം എന്ന് പറയും. അതവിടെ തമിഴ്നാട്ടിൽ അതാണ് പറയുന്നത്. നമ്മളിവിടെ എന്താ പറയുന്നത്, ചിക്കു അല്ലേ. അതും രണ്ട് തരത്തിലുള്ളത്, രുചിയുള്ളത്. ആ മരങ്ങളൊക്കെ എൻ്റെ പഴയ വീടൊന്ന് ശരിക്ക് ഒന്നൊരു വിധമാക്കണമെന്ന് ഏൽപ്പിച്ച ഒരു വ്യക്തി. ഞാൻ തിരിച്ച് അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴേക്കും മരങ്ങളൊന്നുമില്ല, വീടും ഇല്ല. ബാക്കി ഒരു നമ്മൾ റോമിലൊക്കെ കാണുന്ന പോലെ കുറ്റികളൊക്കെ ആയിട്ട് ഒരു സാധനം മാത്രം. അദ്ദേഹത്തിൻ്റെ എന്തോ ഐഡിയയിലായിരിക്കാം, ഞാൻ കുറ്റം പറയല്ല. ഇതിൻ്റെ ചെയ്ത ആളെ ഒരിക്കലും ഞാൻ കുറ്റമായിട്ട് പറയല്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനൊക്കാവുന്നതായിരുന്നു അതിൻ്റെ കാരണം. അപ്പം ആ തെറ്റിന് ഞാനും കൂട്ടുനിന്നോ എന്നുള്ളൊരു സ്ഥിതി എൻ്റെ മനസ്സിൽ ഇന്നത്തെ പ്രവൃത്തിക്ക്. എന്നാൽ പിന്നെ എല്ലാവരും ചോദിച്ചാൽ എന്തിനാ ഇയാൾ വന്നതെന്നൊരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട്. പക്ഷെ അതല്ല, എൻ്റെ കുറ്റം പറയണം. ഞാൻ ചെയ്തിട്ടുള്ള അതിനോട് കൂട്ടുനിന്നെങ്കിൽ ആ കുറ്റം ചെയ്തിരിക്കുന്നത് ഞാനുമാണ് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മരങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ കൈക്കോട്ടുമെടുത്ത് വെയിലത്ത് അധ്വാനിക്കാൻ ഇറങ്ങിക്കൂടെ? അവരുടെ പുറകെ നിൽക്കാൻ, അല്ലാണ്ട് അവരുടെയൊക്കെ അടുത്ത് പോകാനൊക്കില്ല. കാരണം എനിക്കൊരു വല്ലാത്തൊരു അനുഗ്രഹം ഈശ്വരൻ തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ശബ്ദം. അതെൻ്റെ അച്ഛനോ അമ്മയോ കൂടി സൃഷ്ടിച്ചതാണെങ്കിലും അതിനുപരിയായിട്ടൊരു പ്രകൃതിയുടെ ശക്തി എനിക്ക് തന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള ഇത്രയും സേവനം മനോഭാവത്തോടു കൂടി വെയിലത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദാസേട്ടൻ പണ്ട് പാടുന്ന പോലെ ഇല്ല എന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ അല്പം സൂക്ഷിക്കാറുണ്ട്. മഴയും വെയിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും. ഞാൻ എൻ്റെ പെട്ടെന്ന് സ്റ്റേജിൽ ഒരാൾ വന്നപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടപ്പോൾ മഞ്ഞപ്പിത്തം വന്നതുപോലെ ഉണ്ട്. ഞാൻ ഉടനെ ചോദിച്ചു, ലഹരി കഴിക്കുമല്ലേ എന്ന് ചോദിച്ചു. ഇനി കഴിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ്, അപേക്ഷിക്കാൻ വേണ്ടിയാണ്, ഉപദേശിക്കുകയല്ല, അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇല്ല ദാസേട്ടാ, ഞാൻ വിട്ടിട്ട് കുറേ നാളെ. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഇനി കഴിക്കരുത്. അതിനുവേണ്ടി അങ്ങേയറ്റം ശ്രമിക്കണം. ദാസേട്ടനും അങ്ങേയറ്റം പരിശ്രമിക്കും ശബ്ദം നിലനിർത്താൻ. അതുകൊണ്ട് വെയിലത്തിറങ്ങാൻ തയ്യാറല്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്? ഷോർട്ട് കട്ട് എടുത്ത് പേരും പുകഴും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നവനല്ല ഞാൻ. അതുകൊണ്ട് എന്നോട് കൃഷിസ്ഥലത്ത് വരാത്തത് എന്തുകൊണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ശാരീരം
സൂക്ഷിക്കുന്ന വിധത്തിലാണെങ്കിൽ ഞാൻ കിളയ്ക്കാനും തയ്യാറാണ്. എന്തായാലും ഈ പ്രായത്തിൽ കൈക്കോട്ടുമെടുത്ത് വെയിലത്തിറങ്ങാൻ ആരും പറയില്ലെന്ന് പ്രതീക്ഷിക്കാം. ശബ്ദം തന്നെ വരം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.